മലബാരി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ടവരെ, ഇറാന് അമേരിക്ക യുദ്ധം നാൾക്കുനാള് രൂക്ഷമാവുകയാണ്. ഇതിനിടയിൽ നാറ്റോ സഖ്യകക്ഷികൾക്കിടയിൽ കടുത്ത വിള്ളൽ വീഴ്ത്തി തുർക്കിയുടെ മുന്നറിയിപ്പ്. ഇറാനെതിരെയുള്ള സൈനിക നീക്കങ്ങളിൽ കുർദിഷ് സായുധ ഗ്രൂപ്പുകളെ പങ്കാളികളാക്കിയാൽ തങ്ങൾ നേരിട്ട് യുദ്ധത്തിലിറങ്ങുമെന്ന് തുർക്കി പ്രസിഡന്റ് റജബ് തയ്യിബ് എർദോഗൻ പ്രഖ്യാപിച്ചു. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായുള്ള ടെലിഫോൺ സംഭാഷണത്തിലാണ് എർദോഗൻ ഈ കടുത്ത നിലപാട് വ്യക്തമാക്കിയതെന്ന് തുർക്കിയെ ഇൻഫർമേഷൻ പോർട്ടൽ റിപ്പോർട്ട് ചെയ്തു. ഇറാനിലെ ഭരണകൂടത്തെ അട്ടിമറിക്കാനുള്ള കരയുദ്ധത്തിൽ കുർദിസ്ഥാൻ വർക്കേഴ്സ് പാർട്ടി അതിന്റെ ഇറാനിയൻ വിഭാഗമായ പിയാക് എന്നിവരെ പ്രോക്സി സൈന്യമായി ഉപയോഗിക്കാൻ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദ് ചർച്ചകൾ നടത്തിയതായി തുർക്കി ആരോപിക്കുന്നു. ഈ ഗ്രൂപ്പുകളെ തുർക്കി ഭീകര സംഘടനകളായാണ് കണക്കാക്കുന്നത്. സിറിയയിൽ എന്താണ് സംഭവിച്ചതെന്ന് നിങ്ങൾ കണ്ടതാണിവിടെയും. ഞങ്ങൾ അത് തന്നെ ചെയ്യുമെന്നാണ് എർദോഗൻ ട്രംപിനോട് പറഞ്ഞത്. കുർദിഷ് ഗ്രൂപ്പുകളെ ഉപയോഗിച്ച് യുദ്ധത്തിന്റെ തീ മേഖലയിലേക്ക് പടർത്താൻ ശ്രമിച്ചാൽ അവർക്ക് നേരിട്ട് സൈനിക ആക്രമണം നടത്തുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. 3500 മറീനുകളുമായി USS ട്രിപ്പോളി മേഖലയിലെത്തിയതും USS ജോർജ് HW ബുഷ് വിന്യസിക്കപ്പെട്ടതും ഇറാൻ മണ്ണിൽ കരയുദ്ധം ഉറപ്പാണെന്ന സൂചന നൽകുന്നു. എന്നാൽ തുർക്കിയുടെ എതിർപ്പ് അമേരിക്കയുടെ പ്ലാൻ ബിയെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. ഇറാനിലെ മൊത്തം ജനസംഖ്യയുടെ ഏകദേശം 10% കുർദുകളാണ്. കുർദിഷ് പോരാളികൾക്ക് ഖമേനി ഭരണകൂടത്തോട് ശക്തമായ വിദ്വേഷമുണ്ട്. അതിനാൽ ഇറാനെതിരെ ഈ കുർദിഷ് പോരാളികളെ ഉപയോഗിക്കാൻ US ശ്രമിക്കുകയും തുർക്കി കൂടി രംഗത്തിറങ്ങുകയും ചെയ്താൽ യുദ്ധം മറ്റൊരു തലത്തിലേക്ക് നീങ്ങുമെന്ന കാര്യം ഉറപ്പാണ്. ഇതിനിടെ തങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ പുതിയ വഴികൾ തേടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. അമേരിക്കൻ സൈനിക താവളങ്ങൾക്കോ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങൾക്കോ തങ്ങളെ പൂർണ്ണമായും സംരക്ഷിക്കാൻ കഴിയില്ലെന്ന തിരിച്ചറിവിലാണ് സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഉക്രൈനിന്റെ സഹായം വരെ തേടിയത്. ഇതിന്റെ ഭാഗമായി ജിദ്ദയിൽ വെച്ച് സൗദി അറേബ്യയും ഉക്രൈനും തമ്മിൽ ഒരു സുപ്രധാന പ്രതിരോധ കരാറിൽ ഒപ്പുവെച്ചു. ഇറാന്റെ ഡ്രോൺ ആക്രമണങ്ങളെ പ്രതിരോധിക്കാൻ സൗദി സൈന്യത്തിന് ഉക്രൈൻ വിദഗ്ധർ പരിശീലനം നൽകുമെന്നതാണ് കരാറിലെ പ്രധാന വ്യവസ്ഥ. എന്നാൽ റഷ്യയുമായി യുദ്ധത്തില് തുടരുന്ന ഉക്രൈനു ഗൾഫ് രാജ്യങ്ങളുടെ രക്ഷകനാവാന് കഴിയുമോ എന്ന കാര്യത്തിൽ പ്രതിരോധ വിദഗ്ധർ സംശയം പ്രകടിപ്പിക്കുന്നു. മലബാരി വാർത്ത.